നമസ്കാരം. ഇതുകൊണ്ടാണ് തലയ്ക്ക് വെളിവുള്ളവർ പലർ ചോദിച്ചത്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരുമ്പോൾ കൈയെടുത്ത് സല്യൂട്ട് ചെയ്യുന്ന പോലീസ് അദ്ദേഹത്തെ എങ്ങനെ അന്വേഷണ വിധേയനാക്കും എന്നുള്ളത്. അദ്ദേഹത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് DGP തന്നെ നിർദ്ദേശിക്കുന്ന അന്വേഷണത്തിൽ പോലീസുകാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത്. അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് അവനവന് നേരെയുള്ള അന്വേഷണത്തെ നേരിടുന്ന ആളുകൾക്ക് ജനാധിപത്യ ബോധം എന്നതുണ്ടാകില്ല. പക്ഷേ ജനാധിപത്യത്തിന് അതിന് കുടപിടിക്കേണ്ട എന്താവശ്യമാണ് ഉള്ളത് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാത്തിനും മീതെ ADGPയോ എന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് സൂപ്പർ പ്രൈം ടൈം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗിൽ നിന്ന്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJPയിൽ നിന്ന്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ കേൾക്കാമോ? റെജി ലൂക്കോസിലേക്ക് വരാം. ശ്രീ ഷിബു മീരാൻ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഘടകകക്ഷികൾ ഇവരൊക്കെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൈയെടുത്ത് സല്യൂട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ന്യായയുക്തമായ അന്വേഷണം നടത്താൻ കഴിയുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മാമി എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് PV അൻവർ MLA വെളിപ്പെടുത്തിയതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തുകയാണ്. മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ADGP മുഖേന അയക്കരുത് എന്ന് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസുകാർക്ക്. പക്ഷേ അത് ലംഘിക്കപ്പെടുകയാണ്. DGPയുടെ നിർദ്ദേശത്തെ ലംഘിച്ച് ADGP മുഖേന തന്നെ ആ റിപ്പോർട്ടുകൾ അയക്കാൻ പോലീസുകാർ നിർബന്ധിതരാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ അന്വേഷണത്തിന്റെ സത്യസന്ധതയെ, ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ഒക്കെ അട്ടിമറിക്കുന്നതാണ്. മാധു, ഈ ചർച്ചകൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, ഒരു എക്കോ ഉണ്ട്, അത് പരിഹരിക്കാം. സൂപ്പർ DGP എന്ന വാക്ക്. നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്ന ഒരു കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ അതിനെ പുച്ഛിച്ച് തള്ളിയതാണ്. പക്ഷെ അത് ഉന്നയിച്ച ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ ഇദ്ദേഹം ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP എന്ന ചുമതലയിൽ തുടർന്നാൽ അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. ഇപ്പോൾ ഈ അൻവർ ആവർത്തിച്ച് അദ്ദേഹം അത് പറയുന്നുണ്ട്. മിനിഞ്ഞാന്നും അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്ത, ഈ മാമി തിരോധാന കേസ്, കോഴിക്കോട് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ 1 വർഷം മുൻപ് ഒരാൾ അപ്രത്യക്ഷനാകുന്നു. ആ അന്വേഷണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. അന്വേഷണം അട്ടിമറിച്ചതിൽ ADGP അജിത് കുമാർ നേതൃത്വം കൊടുക്കുന്ന കേരള പോലീസിനകത്തെ ഒരു നിഗൂഢ സംഘത്തിന് പങ്കുണ്ട് എന്ന് ഭരണപക്ഷ MLA തന്നെ ഉന്നയിക്കുന്നു. ഇത് മാത്രമല്ല, വേറെയും കുറെ ആരോപണങ്ങളുണ്ട്. ഇപ്പൊ റിദാൻ ഫാസിലിന്റെ പ്രശ്നത്തിൽ കുറെ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട് തിരൂരിൽ, പിന്നെ മലപ്പുറത്തെ ഡാൻസ് ഓഫ് അവര് മയക്കുമരുന്ന് കച്ചവടത്തിന് പോലീസ് വാഹനവും അതേപോലെ പോലീസ് വാഹനത്തിന്റെ ബോർഡും പോലീസ് യൂണിഫോമും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന മട്ടിൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. എന്ന് വെച്ചാൽ മാധു, സത്യസന്ധമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഈ അവസരത്തെ കാണുന്നുവെങ്കിൽ കേരളത്തിന്റെ പോലീസിനകത്ത് പിടിമുറുക്കിയിട്ടുള്ള ഈ നിഗൂഢ സംഘത്തെ തിരുത്താൻ ഒരു വലിയ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന്റെ അവസരമായിരുന്നു ഇത്. കേരളത്തിലെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും പുറത്തുവിടുന്ന വിവരങ്ങളുണ്ട്. പക്ഷെ അതിനോടൊക്കെ മുഖം തിരിച്ചുകൊണ്ട് വളരെ പ്രജുഡിസ്ഡായി ADGP അജിത് കുമാറിനെതിരെ ഒരു നടപടിക്ക് ഈ ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ADGPയെ സംരക്ഷിക്കുന്നത് ഇദ്ദേഹം RSSുമായി സംഘപരിവാറുമായി അടുത്ത ചങ്ങാത്തമുള്ള ഒരാൾ എന്ന നിലക്ക് തന്നെ നമ്മൾ ആരോപിക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണം കൂടി മാധു, എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. മാധുവിന് ഓർമ്മയുണ്ട്, ഈ എലത്തൂർ തീവയ്പ്പ് കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടർക്കെതിരെ, ഒരു ലേഖകനെതിരെ കേരളത്തിലെ പോലീസ്, ചേവായൂർ പോലീസ് ഒരു കേസെടുത്തിരുന്നു. തെളിവ് നശിപ്പിച്ചു, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി. ഇതൊക്കെ അന്ന് പോലീസ് മുന്നോട്ട് വെച്ച ആരോപണങ്ങളാണ്. അന്ന് മാതൃഭൂമിയുടെ ആ റിപ്പോർട്ടർ ചെയ്ത തെറ്റെന്താണ്? വളരെ സുപ്രധാനമായ ഒരു കേസിലെ പ്രതി ടയർ പഞ്ചറായി കാറിൽ ചാരി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരത് ഔട്ട് ചെയ്ത്, അവരത് വാർത്തയാക്കി, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കേരളത്തോട് പറഞ്ഞു എന്നതാണ്. ഇവിടെയാണ് ഞാൻ കൃത്യമായി പറയുന്നത്, ഇത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരു സംഗതിയല്ല. കൃത്യമായും കേരള പോലീസിനെ പിണറായി വിജയനും ഇടയിലെ RSSനും പിണറായി വിജയനും ഇടയിലെ മധ്യസ്ഥനാണ് ADGP എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ആ പ്രതിയെക്കുറിച്ച്
ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, ഈ ഷാരൂഖ് സൈഫി വരുന്നത് ഷഹീൻ ബാഗിൽ നിന്നാണ് എന്നാണ്. ഞാൻ മാധുവിനോട് സത്യസന്ധമായി ചോദിക്കുകയാണ്, ഷഹീൻ ബാഗ് എന്ന് പറയുന്ന പ്രദേശം പൗരത്വ നിയമത്തിനെതിരെ ഈ രാജ്യത്ത് തന്നെ ഉജ്ജ്വലമായ മുസ്ലിം സ്ത്രീകളുടെ ഇനീഷ്യേറ്റീവിൽ നടന്ന ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഷഹീൻ ബാഗ്. ആ ഷഹീൻ ബാഗിന് നേർക്കുനേരെ തീവ്രവാദവുമായി ഇവർ കണക്ട് ചെയ്തു. എന്നിട്ടോ തൃശ്ശൂരിൽ പോയി പൂരം കലക്കാൻ ചർച്ച നടത്തിയെന്ന് ഭരണകക്ഷി MLA തന്നെ പറഞ്ഞു. എന്നാൽ ആരോപണങ്ങളിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അദ്ദേഹം തുടരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവി കൃത്യമായി പോലീസുകാർക്ക് നിർദ്ദേശം നൽകുകയാണ്, ADGP MR അജിത് കുമാർ മുഖേന അല്ല ഈ റിപ്പോർട്ടുകൾ അയക്കേണ്ടത് എന്ന്. DGPയുടെ ആ നിർദ്ദേശം അട്ടിമറിക്കപ്പെടുകയാണ്. ശ്രീ ഷിബു മീരാൻ, വിശ്വസിക്കാൻ കഴിയുമോ? നമുക്ക് ഞെട്ടലോടെയല്ല അത് കേൾക്കാൻ കഴിയുമോ? പോലീസ് ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മുടെ വിചാരം. മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ താഴെത്തട്ടിൽ പോലീസുകാർക്കുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും സംരക്ഷിക്കാൻ ഒരു വലിയ സമ്മർദ്ദ ശക്തി അപ്പുറത്തുണ്ട് എന്ന ഉറച്ച വിശ്വാസം വേണ്ടേ? സൂപ്പർ DGP എന്ന വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട് മാധു. നേരത്തെ DGP വിദേശത്ത് പോയപ്പോൾ ഇദ്ദേഹം സർക്കുലർ ഇറക്കിയതും DGP തിരിച്ചു വന്നത് റദ്ദാക്കിയതും നമ്മുടെ ഓർമ്മയിലുണ്ട്. പോലീസ് പോലെയുള്ള കേരള പോലീസ് ഫോഴ്സിലുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു ഫോഴ്സിന്റെ ഹൈറാർക്കിയെ പോലും അട്ടിമറിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് സൂപ്പർ DGP എന്ന വാക്ക് ഇവിടെ വളരെ കൃത്യമാകുന്നത്. ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു കേസിൽ കീഴുദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ PV അൻവർ പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഈ അന്വേഷണങ്ങൾ ആകെ നടക്കുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്? ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ, ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയോടെ ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്വേഷണങ്ങൾ ആകെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ കുത്തിയിരിക്കുന്നത്. അത് അട്ടിമറിക്കാനുള്ള മൗനാനുവാദമാണ് അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുകൾ PV അൻവർ കൊടുത്തിട്ടുള്ള ഈ തെളിവുകളൊന്നും എവിടെയും എത്താതെ ഈ സംഭവ വികാസങ്ങളിലെ നിഗൂഢമായ ഈ സംഭവത്തിന്റെ തുടർച്ചകളിലെ ഇരകൾക്ക് നീതി ലഭിക്കാതെ ഇതാകെയും അട്ടിമറിക്കും. അതിന് മൗനാനുവാദം കൊടുത്ത ആളെന്നായിരിക്കും പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്താൻ പോവുക. ഇനിയെങ്കിലും മാറ്റി നിർത്തുന്ന ആർജവമുള്ള നിലപാടിലേക്ക് കേരളം പോകണം എന്നതാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്തുകൊണ്ട് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ഏറെ ആളുകൾ ആവശ്യപ്പെടുന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം. സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് MR അജിത് കുമാർ മുഖേന ഈ റിപ്പോർട്ടുകൾ അയക്കരുത് എന്നുള്ളതായിരുന്നു. ഇരുവരോടും, അതായത് ADGP അജിത് കുമാർ വഴിയാണ് മലപ്പുറം SP S ശശിധരനും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണനും ഈ ഫയലുകൾ അയച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ഫയലുകളെല്ലാം കാണുന്നത്. ഈ അന്വേഷണം പിന്നെ എങ്ങനെയാണ് വിശ്വാസ്യതയോടെ മുന്നോട്ട് പോവുക? അതിന് എന്ത് വിശ്വാസ്യതയാണ് അവകാശപ്പെടാൻ കഴിയുക? മാധു, ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ മാതൃഭൂമിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടിനെ നിഷേധിക്കാനും തയ്യാറാകുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ADGP അജിത് കുമാറിൻ്റെ മുമ്പിൽ ഈ ഫയലുകൾ കൊടുക്കാതെ കൊണ്ട് നേരിട്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന് ഉത്തരവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ADGPയുടെ മുമ്പിൽ ഈ അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായ രീതിയിലുള്ള നടപടിയിലേക്ക് ഈ ADGPയെ വിധേയനാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ എന്നാൽ സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഈ അന്വേഷണത്തെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിനും ഈ അന്വേഷണത്തിൽ തൃപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്നുള്ള നിങ്ങളുടെ വാദത്തിനോട് 1% പോലും യോജിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, അടിയന്തരമായ രീതിയിലുള്ള ഈ ADGPയെക്കുറിച്ചുള്ള ഈ ADGP അജിത് കുമാറിനെ കുറിച്ച് തന്നെയുള്ള അന്വേഷണത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നേടാനായിട്ട് ADGPയും സർക്കാരും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൊടുത്തതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയം വിചാരിക്കേണ്ട, ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വസ്തുതകളനുസരിച്ച് ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വേളം വെക്കുന്നതനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാങ്കത്യമുള്ള കാര്യമല്ല. മാധ്യമങ്ങളും പ്രതിപക്ഷവും അല്ലാതെ ഭരണപക്ഷത്തു നിന്ന് ഒരാൾ നിരന്തരം ബഹളം വെക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അതിലെന്താണ് നടപടി ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യം പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളും തന്നെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങ് പറഞ്ഞു ഈ കേസ് അട്ടിമറിക്കാൻ
ഉള്ള ശ്രമം നടക്കുന്നു എന്നത് അങ്ങ് വിശ്വസിക്കുന്നില്ല എന്ന്. ശ്രീ റെജി ലൂക്കോസ് ഒന്ന് ആലോചിക്കണം. ഒരു വർഷം മുൻപ്, ഒരു വർഷവും ഏതാണ്ട് 1-2 മാസവും മുൻപ് കോഴിക്കോട് നഗരത്തിൽ വെച്ച് പട്ടാപ്പകൽ ഒരാളെ കാണാതായി പോവുകയാണ്. അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ, ലഭിക്കാമായിരുന്ന CCTV വിഷ്വൽസ്, ഇങ്ങനെ പലതുണ്ടായിട്ടും ഒരു വർഷമായിട്ടും ഇദ്ദേഹം എവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. പട്ടാപ്പകൽ ഒരാൾ കളഞ്ഞു പോയതാണ്. എവിടെയാണെന്ന് ബന്ധുക്കൾക്കറിയില്ല. ഫോണും പേഴ്സും അടക്കമുള്ള സാധനങ്ങളെല്ലാം ഒരിടത്ത് വെച്ചിട്ട് ഒരു മനുഷ്യൻ നിന്ന നിപ്പിൽ ഇല്ലാതെ പോവുകയാണ്. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പഴികേൽക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ആദ്യത്തെ കൃത്യനിർവഹണത്തിലുള്ള വീഴ്ചയടക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതൊന്നും അട്ടിമറിയുടെ സൂചനകളല്ല എന്ന് ആവർത്തിച്ച് പറയാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ ബഹുമാനപ്പെട്ട DGP അന്വേഷണ റിപ്പോർട്ട് നേരിട്ട് കൊടുക്കാനാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഞാനങ്ങ് പറയുക, അതിന് വ്യത്യസ്തമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ ADGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് നിയമിതമായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആ അഭിപ്രായം ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസ് അട്ടിമറിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ഈ കേസ് അട്ടിമറിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കുന്നതും സർക്കാരിനെ അറിയിക്കുന്നതും ഭരണകക്ഷിപ്പെട്ട PV അൻവർ MLA ആണ്. PV അൻവർ MLA ഉയർത്തിയ പല വിഷയങ്ങളിലും സാങ്കത്യമുണ്ട്. അത് വളരെ എന്താ പറയുക, സത്യസന്ധമായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാതിയാണെന്നുള്ള ഒരു പരിധിവരെ ബോധ്യപ്പെട്ടതാണല്ലോ ഗവൺമെന്റ്. മുൻ മലപ്പുറം SP, പിന്നെ പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്തതും 7ഓളം ഉദ്യോഗസ്ഥന്മാരെ അവിടുന്ന് മാറ്റുകയും മലപ്പുറം SP ശശിധരനെ എറണാകുളം വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഭരണകക്ഷി MLA PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് മുമ്പിൽ അതൊരു സത്യസന്ധമായ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിന്റെ പരാതിയാണെന്നൊരു ബോധ്യമാവും. വിരൽ ചൂണ്ടി പറയുന്നത് MR അജിത് കുമാറിനെതിരെയാണ്. അദ്ദേഹത്തിന് മാത്രം ഒരു സ്ഥാനചലനവുമില്ല, അദ്ദേഹത്തിന് മാത്രം ഒരു വെല്ലുവിളിയുമില്ല, അദ്ദേഹത്തിന് മാത്രം ആരും തൊടാൻ കഴിയാത്ത പരിചയമുണ്ട് എന്നുള്ളിടത്താണ്. മറ്റുള്ളവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനൊരു ന്യായീകരണമാവില്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഈ കേസിൽ നോക്കൂ, DGPയുടെ നിർദ്ദേശം, നമ്മുടെയൊക്കെ വിചാരം എന്താണ്? DGP പറയുന്നതിനപ്പുറത്ത് പോലീസിൽ ഒരു ഇല്ലയനങ്ങില്ല, ഇതൊരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണ്. സംസ്ഥാനത്തെ പോലീസ് മേധാവി പറഞ്ഞാൽ മുട്ടു വിറച്ചുകൊണ്ട് നിൽക്കും, സുഗ്രീവാജ്ഞ കല്ലേ പിളർക്കുന്നത് പോലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ അങ്ങനെയല്ല. അതിനപ്പുറത്ത് മുട്ടുവിറയ്ക്കുന്നവർ, അതിനപ്പുറത്ത് ആജ്ഞാശക്തിയുള്ളവർ, അതിനപ്പുറത്ത് നിയന്ത്രണ ശേഷിയുള്ളവരൊക്കെ അവിടെയുണ്ട്. അതാണ് നേരത്തെ ശ്രീ ഷിബു മീരാൻ പറഞ്ഞ സൂപ്പർ DGP. അല്ല, ബഹുമാനപ്പെട്ട ഷിബു മീരാനെ സംബന്ധിച്ചുള്ള അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിനോടുള്ള എൻ്റെ എല്ലാ സ്നേഹ ആദരങ്ങളും വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനത്തുള്ള വിഷയങ്ങൾ ആ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ജില്ലയിൽ അരങ്ങേറുന്നുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലീഗിന്റെ MLA അത് നിയമസഭയിൽ അവതരിപ്പിച്ചില്ല, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തില്ല? ഇതെല്ലാം ഇവരിപ്പോഴല്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? PV അൻവർ ഈ വിഷയങ്ങളെല്ലാം പുറത്തിട്ടപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയാം. പിന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ ഒരു അനിശ്ചിതാവസ്ഥ ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ്. നമ്മളതിനെ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ആ ജനങ്ങളോടൊപ്പം നിന്ന് ഐക്യത്തോടുകൂടി സംസാരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. PV അൻവർ ഈ വിഷയങ്ങളെല്ലാം പുറത്തു വിട്ടതും മാത്രമാണ് ഇവരുടെ ഭാഗത്തൊരു ചലനം ഉണ്ടായത്. പേരിൻ്റെ ഒരു കടമയുടെ പേരിൽ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാർ കുറച്ച് വഴി തടഞ്ഞതല്ലാതുണ്ട് ഇവരുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പം നോട്ട് വീഴ്ച, അവരുടെ ഭാഗത്ത് ഒരു സമരങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവരാണ് ഇതിനകത്ത് ഉത്തരവാദിത്തോടു കൂടി തന്നെ ഈ രീതിയിലുള്ള വേട്ട, അതുപോലെ കേസുകൾ അതിക്രമിക്കുന്നു, ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, കള്ളക്കടത്ത് നടക്കുന്നു, അതുപോലെ സ്വർണ്ണം പൊട്ടി നടക്കുന്നു, അതുപോലെ തന്നെ ഇതിന് വിഹിതമായിട്ട് പോകുന്നതൊക്കെയുള്ള ആരോപണങ്ങൾ ഈ PV അൻവർ ഉയർത്തുന്നതും വരെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൽ പലതവണ ഭരണത്തിലിരുന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ആ കക്ഷി എന്തുകൊണ്ട് ഇത് വ്യവസായമായി ഉയർത്തിയിട്ടില്ല? അവർ ചോദ്യമില്ലേ? അപ്പൊ പ്രിയപ്പെട്ട ശിവബീരാനെ ഈ സംസ്ഥാനത്തെ ഇന്റലിജൻസ്, ഈ സംവിധാനത്തെ ആഭ്യന്തര വകുപ്പ്, ഈ സംസ്ഥാനത്തെ പോലീസ്, ഇവർക്കൊന്നുമില്ലാത്ത എന്ത് ശേഷിയാണ് മുസ്ലിം ലീഗിന് ഉണ്ടാവേണ്ടത്? ഇവർക്കൊന്നും PV അൻവർ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നോ എന്നൊരു ചോദ്യമല്ലേ? മുസ്ലിം ലീഗിന് അറിയണം, അല്ലെങ്കിൽ അത് വലിയ തെറ്റായി പോവും. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് അറിയണ്ട, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് അറിയണ്ട, ഇവിടുത്തെ സംവിധാനങ്ങൾക്കൊന്നും അറിയണ്ട, പോലീസുകാർക്ക് പോലും അറിയണ്ട, അതിനൊന്നും കുഴപ്പമില്ല. മാധു, അതിപ്പോൾ ഞാൻ പറഞ്ഞതിന് മാധു തെറ്റായിട്ട് വായിക്കുന്ന, അതായത് ഞങ്ങൾ 3 വർഷം മുമ്പ് ഇത് ഉയർത്തിയെന്നും ഞങ്ങൾ അവിടെ ഈ വിഷയങ്ങളെല്ലാം ആയിട്ട് സമരം നടത്തിയിട്ടുണ്ടെന്നും ഞങ്ങളാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നുള്ളൂ, അവരുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അന്വേഷിക്കേണ്ട ഏജൻസികൾ ആരാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം.
അത്ര മണ്ടത്തരം പറയാൻ മാത്രമുള്ള ആൾക്കാരൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചോളം. ഇപ്പൊ നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ ADGP അജിത് കുമാറിനെ അതിന് പദവിയിൽ നിന്ന് മാറ്റണം, ആ ചുമതലയിൽ നിന്ന് മാറ്റണം. അത് മാറ്റണമെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അതുകൊണ്ടാണല്ലോ പ്രശ്നം അങ്ങ് ഇപ്പോൾ ഉന്നയിക്കുന്ന നിങ്ങൾക്ക് എന്ന വാക്കിനെടുത്താണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ വരാം. നമ്മൾ കുറച്ചു നേരമല്ലോ സംസാരിക്കാൻ കേട്ട ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, നിങ്ങൾക്ക് MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറയുന്ന ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാനത്തെ ഭരണകക്ഷിയിലുള്ള ഒരു MLA നിരന്തരം MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അത് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് നൽകുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു. PV അൻവറും മാധ്യമങ്ങളും തമ്മിൽ ചിരകാല ബന്ധുത്വമുള്ള അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ PV അൻവർ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ആരോപണം മുന്നോട്ട് വെക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുന്നു. MR അജിത് കുമാറിനെ കൊലപാതകിയെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നു. ആരെയാണ്? സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ MLA കൊലപാതകി, കൊള്ളക്കാരൻ, കൊടും ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം DGP പോലീസുകാർക്ക് നൽകിയ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ അന്വേഷണം, അദ്ദേഹത്തിനെതിരെ ആരോപണമുള്ള വിഷയത്തിൽ അദ്ദേഹത്തിലൂടെ തന്നെ ഫയൽ പാസ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നമാകുന്നത്? അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു പ്രശ്നവുമാകാതെ പോകുന്നത് എങ്ങനെയാണ്? മാധു, അതുതന്നെയാണ് പ്രബുദ്ധമായ കേരളം ഉയർത്തുന്ന ചോദ്യം. അൻവറിൻ്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? അടിമുടി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണരംഗം പങ്കിലമായിരിക്കുന്നു. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാകുന്നു. ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കേണ്ടവരും എന്തിനോ ഭയന്നുകൊണ്ട്, ആർക്കോ അടിപ്പെട്ടുകൊണ്ട് അവർ ഓടി ഒളിക്കുന്നു. നോക്കൂ എന്തൊക്കെയാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ക്രിമിനലാണെന്നും അദ്ദേഹം പ്രൊഫഷണലി എക്യുപ്ഡായ ഒരു കുറ്റവാളിയാണെന്നും എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നും എന്നുള്ളത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA വിളിച്ചു പറയുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് DGP ഇട്ട ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട്, ഒരുപക്ഷെ പ്രോട്ടോക്കോളിന്റെ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം, അത് ചോദ്യം ചെയ്യാൻ ഇത്രയും കാലമായിട്ട് DGPക്ക് കഴിയുന്നില്ല. DGPയും ഇവിടെ ഒരു അർത്ഥത്തിൽ സംശയത്തിന്റെ നിഴലിലാണോ? നോക്കൂ, നാം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടതും കേട്ടതും ഏതൊരാളുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ഫോൺ കോൾ ചോർത്തുക എന്നുള്ളത്. ഒരു MLA പരസ്യമായിട്ട് പറയുന്നു, ഞാൻ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെയുമായിട്ട് പോലീസിന്റെ കൈകളിലുള്ള അതീവ രഹസ്യരേഖകൾ എൻ്റെ കൈവശമുണ്ട്. നാം ഇവിടെ കേരളം ഉയർത്തുന്ന ഒരു ചോദ്യം, സ്വാഭാവികമായിട്ടും ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിനെ ഭയക്കുന്നത് പോലെ അദ്ദേഹത്തെ പോലും ഇന്ന് ഭയക്കെട്ട് നടപടിയെടുക്കാൻ ഭയക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പും DGPയും മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകണം. ഒന്ന്, ഇത്തരത്തിലൊരു വ്യക്തിയുടെ ഫോൺ കോൾ ചോർത്തിയ MLAക്കെതിരെ എന്തെങ്കിലും നടപടികൾ തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? എന്തുകൊണ്ട് നടപടികൾ എടുക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല ചരിത്രമൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് അദ്ദേഹം ശ്രമിക്കുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കേസുകൾ അന്വേഷിപ്പിക്കാനുള്ള എന്തോ ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിലുള്ളത് നമുക്ക് അപമാനകരമല്ലേ? അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോളുകളും സ്വകാര്യ വിവരങ്ങളും ഉണ്ടെങ്കിൽ മാമി കേസ് ഉൾപ്പെടെ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജിഫ്രിയുടെ കേസുകൾ ഉൾപ്പെടെ തൻ്റെ ഇംഗിതത്തിനൊത്തും തൻ്റെ ആഗ്രഹത്തിനൊത്തും താൻ നയിക്കുന്ന പാതയിലൂടെ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കൈവശം രേഖകൾ ഉണ്ടാകുമില്ലേ? കേരളത്തിലെ DGPയോടുള്ള ചോദ്യം, ആഭ്യന്തര വകുപ്പിനുള്ള ചോദ്യം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവുകളോ നടപടികളോ കേരളത്തിലെ പോലീസ് സേനയിൽ നിന്നും ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിട്ടുണ്ടോ? ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രേഖകളാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കൈകളിൽ ഇത് ചോർത്താനുള്ള സംവിധാനമുണ്ടോ? അതല്ല, കേരളത്തിലെ പോലീസിലെ ഇപ്പോഴുള്ള മറ്റു പല ഉന്നതരുടെയും സഹകരണമില്ലാതെ അത്തരം രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശം കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ പോലീസുകാർക്കും ഈ പാതകത്തിൽ പങ്കില്ലേ? അദ്ദേഹത്തിന്റെ കൈകളിലെ രേഖകൾ വെച്ച്
നാളെ ഒരു ഉദ്യോഗസ്ഥൻ ഏത് കേസ് അന്വേഷണത്തിന് വന്നാലും ഇന്ന് അദ്ദേഹം ചെയ്യുന്ന മാതിരിയിൽ ഞാനിത് പുറത്തുവിടും, ഞാൻ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ കേൾക്കുന്ന എന്താണ്, നേരത്തെ മലപ്പുറത്തുണ്ടായിരുന്ന SP അദ്ദേഹത്തിന്റെ കാല് പിടിക്കുകയാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക താല്പര്യം മൂലം അതിന് തള്ളിക്കളയുന്നു. മാധു, ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ DGPയും അന്വേഷിക്കണ്ടേ? MLAയിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും പ്രിവിലേജുകൾ, അധികാരങ്ങൾ അൻവറിനുണ്ടോ? അൻവറിലുള്ള കൈവശമുള്ള രേഖകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും പോലീസിനകത്തുള്ള രഹസ്യരേഖകളും നാളെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ? ഒരു DGPയും ADGPയും SPയും അല്ലെങ്കിൽ ASPയും ഉദ്യോഗസ്ഥന്മാരും ഈ തരുണത്തിൽ കേരളത്തെ മുഴുവൻ ഒരു പമ്പരത്തിന്റെ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പും DGPയും കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും എല്ലാം ഉറങ്ങുകയായിരുന്നുവോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ കരുതി കൂട്ടിയും ആസൂത്രണം ചെയ്തുമുള്ള ഒരു കൊലപാതകമായിരുന്നു ജിഫ്രിയുടേത്. വ്യാജ FIR ഉണ്ടാക്കി, മരിക്കുന്നതിന്റെ മുമ്പ് 19 മുറിവുകൾ, മരണപ്പെട്ടതിന് ശേഷം 2 മുറിവുകൾ. അത് അന്വേഷിച്ച ഫോറൻസിക് വിദഗ്ധൻ TP ഹിതേഷ് പറഞ്ഞിരിക്കുന്നു, എന്നെ കാണാൻ ASP വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് എന്താവശ്യപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹത്തിന് ജീവഭയമുണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ അടിമുടി നമ്മളിപ്പോ വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭരണകൂടത്തിന്റെ ഭാഗമായ ഒരു MLAയും അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനൊത്ത് പോലീസ് സേനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പോലീസിലെ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരും പോലീസിലെ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പങ്കിടമാക്കപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ കേരളത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണിപ്പോ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു DGPക്ക് തന്റെ കീഴിലുള്ള ഒരു SPയെയും കമ്മീഷണറെയും അദ്ദേഹം ഇട്ട ഒരു ഉത്തരവ് അതിന് പുല്ലുവില കൽപ്പിച്ച് കൊടുത്തിട്ട് നാളെ ഇതുവരെയായിട്ടൊരു നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും നമ്മൾ സംശയത്തോടെ കാണേണ്ടേ? ഈ രേഖകളെ കുറിച്ച് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു, അതേ അന്വേഷണം MLAക്കെതിരെയും ബാധകമല്ലേ? രേഖകൾ മോഷ്ടിക്കുന്നത് മനുഷ്യന്റെ ഫോൺ കോളുകളെ സ്വകാര്യതയിലേക്ക് കടന്നു കയറ്റമാണെന്ന് സുപ്രീം കോടതി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഇവിടെ പറഞ്ഞ ഒരാളുടെ പേരിൽ നടപടിയെടുക്കാൻ കേരളത്തിലെ പോലീസിനും ഭരണകൂടത്തിനും കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമാണ്! കേരളം എത്തിയിരിക്കുന്ന ക്രമസമാധാന രംഗത്തെയും ഭരണവർഗത്തിലെയും അഴിമതിയും കഴിവുള്ളവർക്ക്. ഞാൻ വരാം. ശ്രീ ഷിബു മീരാൻ, ഈ ആരോപണങ്ങളുടെ തുടക്കം മുതൽ ഇങ്ങുവരെ നോക്കുകയാണ് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നേരത്തെ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെ സ്വകാര്യതയുടെ പ്രശ്നം, സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം, ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ പോയി 2-3 മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പോലീസ് ഫോഴ്സിന്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആഭ്യന്തര വകുപ്പിന് കീഴിൽ DGPക്ക് അദ്ദേഹത്തിന്റെ ഓർഡറുകൾ നടപ്പിലാക്കാൻ കഴിയാത്ത പ്രശ്നം, ഇതൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഈ CPM എതിരെ ഉള്ള വാർത്തകൾ എത്രയെത്ര വന്നിട്ടുണ്ട്. തുടർ ഭരണം നടത്തുന്ന ഒരു സർക്കാരിനെതിരെ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടാവും. അന്നൊന്നും ചർച്ചകൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന നിലപാടൊന്നും CPM എടുത്തിട്ടില്ല. ഈ ഒരു വിഷയം വന്നപ്പോൾ എന്ത് പറയും? ആരെ തള്ളി പറയും? അൻവറിനെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. ആഭ്യന്തര വകുപ്പിനെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. MR അജിത് കുമാറിനെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല, മിണ്ടാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് ഇത് ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ്, അതുകൊണ്ട് ഞങ്ങളില്ലേ മിണ്ടാൻ എന്ന നിലപാടെടുത്ത് മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മിണ്ടണ്ട, പാർട്ടി സെക്രട്ടറിക്ക് മിണ്ടണ്ട, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർക്കാർക്കും മിണ്ടണ്ട. ഇതൊക്കെ ഇടത് വിരുദ്ധതയാണ് എന്ന് പറഞ്ഞൊരു പരിചയം എടുത്തു പിടിച്ചാൽ ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ഒരു കടമയും ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് നാട്ടിൽ? തീർച്ചയായും ആദ്യം ഞാൻ മാധുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, പിന്നീട് ഇവിടെ എൻ്റെ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഉണ്ടായ ചില വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കൂടി എനിക്ക് സമയം വളരെ പെട്ടെന്ന് പറയാം. ഇന്നിപ്പോൾ ഒരു ധീരനായ ഒരു വിപ്ലവകാരി ഡൽഹിയിലെ എയിംസ് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സഖാക്കൾ ഇൻകുലാബ് മുഴക്കിയാണത് കൈമാറിയത്. സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹം 2018 ഈ CBIക്കകത്ത് അതിൻ്റെ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും തമ്മിലൊരു തർക്കമുണ്ടായപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, RSS ആൻഡ് BJP ഈസ് ഡിസ്ട്രോയിങ് ആൻഡ് ഡാമേജിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഈ അന്വേഷണ സംവിധാനങ്ങളെ മുഴുവൻ അതിനകത്തു കടന്നു കയറി
സംഘപരിവാർ RSS തകർക്കുകയാണ് എന്ന് 6 വർഷങ്ങൾക്ക് മുൻപ് ഓർമ്മപ്പെടുത്തിയ ഒരു ധീര വിപ്ലവകാരി കണ്ണടച്ച ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓർഡർലിയായ ഒരു ADGP RSSനെ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ചോദിക്കുന്നുവെങ്കിൽ മാധു സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിഷ സർക്കിളാണ്. ആർജവമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM-ന് ഇതിൽ നിന്ന് പുറത്തു വരിക അസാധ്യമാണ്. ഇനി എൻ്റെ പാർട്ടി സമരം ചെയ്യുന്നില്ല എന്നാണ് മാധു കൃത്യമായി നമ്മൾ ക്രോണോളജി അനുസരിച്ച് നോക്കിക്കോളൂ. ഈ താമർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകം താനൂരിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്തവരാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഈ സുജിത് ദാസിന്റെ ഡാൻസ് ഓഫ് ഒരു ഗുണ്ട പട്ടാളാണ്, അവർ ഇടിച്ചു കൊലപ്പെടുത്തിയതാണ്. അന്ന് ഈ സുജിത് ദാസിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. മലപ്പുറത്ത് അനാവശ്യമായി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഇവരെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്തത്. തൃശ്ശൂർ പൂരത്തിന്റെ സംഭവത്തിൽ ഞങ്ങൾ ഉന്നയിച്ചതാണ് രാഷ്ട്രീയ വിമർശനം, അന്ന് ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഈ എലത്തൂർ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ അന്ന് ഉന്നയിച്ചപ്പോൾ ഇതൊക്കെ പ്രതിപക്ഷം പറയുന്ന രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് പരിച തീർത്തവരാണ്, സംരക്ഷിച്ചവരാണ്. ഇപ്പൊ ഗതികേട് കൊണ്ട് സാക്ഷാൽ PV അൻവർ തന്നെ വന്ന് പറഞ്ഞപ്പോൾ ഇവരത് പറയേണ്ടി വരികയാണ്. ഞങ്ങളുടെ സമരം ഒരു വഴിതടയിൽ നിന്നും അവസാനിക്കില്ല. ഈ സെപ്റ്റംബർ മാസം 19-ാം തീയതി ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് സമരം നടത്താൻ പോവുകയാണ്. ഒറ്റ കാര്യം കൂടി മാധു, ഞാൻ ഒറ്റ മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അൻവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ് എന്ന നിലയ്ക്കൊരു വ്യാഖ്യാനമുണ്ട്. PV അൻവറിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കൃത്യമായ നിലപാട് കേരളം കേൾക്കാൻ പാകത്തിന് നമ്മൾ പറയുന്നു. ഇത് ഈ മണിച്ചിത്രത്താഴ് സിനിമയിലേത് പോലെയാണ് അൻവർ. ചിലപ്പോൾ ശോഭന ഗംഗയാകും, ചിലപ്പോൾ നാഗവല്ലിയാവും. ആദ്യം നാഗവല്ലിയെ പോലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. AKG പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പൂച്ചക്കുട്ടിയായി വന്നിട്ട് പറഞ്ഞു ADGP-യെ മാറ്റണ്ട, P ശശിക്കെതിരെ ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയും അദ്ദേഹം നാഗവല്ലിയായി. അദ്ദേഹത്തിന് ഇങ്ങനെ മാറിക്കളിക്കാം. വെട്ടിക്കൊലപ്പെടുത്തി ചോരവാരി മുഖത്ത് തേക്കാൻ കാരണവരുടെ ഒരു ഡമ്മി കിട്ടിയാൽ, ഒരു ഡമ്മിയെ കൈ കിട്ടിയാൽ ഒരുപക്ഷെ അൻവർ അദ്ദേഹത്തിന്റെ പോരാട്ടം അവസാനിപ്പിച്ചേക്കാം. പക്ഷെ ഞങ്ങൾ ആ കഥയിലെ നാഗവല്ലിയുടെ അനാഥമായി പോയ പ്രതികാരത്തിന്റെ കൂടെയാണ്. അവിടെ ഈ മാമിയുടെ കുടുംബമുണ്ട്, താമർ ജിഫ്രിയുടെ കുടുംബമുണ്ട്, റിദാൻ ഫാസിലിന്റെ കുടുംബമുണ്ട്. കൊന്നവരും കൊല്ലിച്ചവരുമാണ് എന്ന് ഭരണകക്ഷി MLA പറയുമ്പോൾ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ താമർ ജിഫ്രിയാണോ, മാമിയാണോ, റിദാൻ ഫാസിലാണോ? ഇത് കേരളത്തിന് അറിയണ്ടേ? അതിന് അന്വേഷണം നടക്കണ്ടേ? അതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ടേ? അദ്ദേഹം തലപ്പത്തിരിക്കുമ്പോ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ ആരെയും ഭയപ്പെടാതെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ അത് എത്ര വേദനാജനകമാണ്. മരിച്ചുപോയോ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ കുറെ മനുഷ്യർ അവശേഷിക്കുന്നുണ്ട്. അവർക്കറിയേണ്ടത് സത്യമാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ സംവിധാനത്തിനുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചോരയുടെ കറ ആരുടെയൊക്കെ കൈകളിലുണ്ട് എങ്കിലും അത് നിയമം പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആവർത്തിച്ച ആവശ്യം ഉയരുന്നത്. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, അടുത്ത ഷിബു മീരാൻ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അറിയാൻ അവരുടെ ബന്ധുക്കൾക്ക് അവകാശമില്ലേ? നമ്മുടെ നാട്ടിൽ സ്വർണം പൊട്ടിക്കൽ എന്ന ഒരു ക്രൈം പുതുതായി ഉണ്ടായി വരുന്നു. അതിന്റെ ഭാഗമാണ് സർക്കാർ സംവിധാനത്തിന് കീഴിലെ പോലീസ് സംഘങ്ങൾ എന്ന ആരോപണം ഭരണകക്ഷിയിൽ നിന്ന് ഒരാൾ ഉന്നയിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമല്ല, കൊള്ള ചെയ്യുന്ന, കൊലപാതകം ചെയ്യുന്ന ആളുകളാണ് പോലീസ് തലപ്പത്ത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ പേരിൽ മരിച്ചുപോയ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കാണാതായി പോയ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാത്ത കുറെ മനുഷ്യരും അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ടവരും അവശേഷിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സംവിധാനത്തിനില്ലേ, സർക്കാരിനില്ലേ? ജനങ്ങളുടെ സുരക്ഷയും അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ സമ്പാദ്യവും ഒക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയല്ലേ നമ്മൾ വായിച്ചു പഠിച്ചിട്ടുള്ളത്? അല്ല മാധു, അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് ജനാധിപത്യത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ള സർക്കാർ തന്നെ. അത് യാതൊരു തർക്കമില്ല. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് CPM അല്ലല്ലോ. ഇവിടെ എത്രയോ സർക്കാരുകൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നില്ല. അതെൻ്റെ മനസ്സാക്ഷിക്ക് കയറുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ താമർ ജഫ്രിയുടെ കസ്റ്റഡി മരണം കേരളത്തെ മുഴുവൻ വേദനിപ്പിച്ചാണ്. നിരപരാധിയുടെ ചെറുപ്പക്കാരനാണെന്നുള്ളൊരു ഭാഷ്യത്തിലാണ് അത് മാധ്യമം എല്ലാം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഞാനതും ന്യായീകരിക്കാൻ പറഞ്ഞില്ലെങ്കിലും വസ്തുതകളെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ, അൻവർ പുറത്തുവിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട MR നമ്മുടെ പത്തനംതിട്ട SP-യുടെ ഓഡിയോ ക്ലിപ്പിങ്സിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിനോട് അൻവർ ചോദിച്ചു, വളരെ ബുദ്ധിപൂർവ്വം ചോദിച്ചു. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ MDM-ന്റെ 2 ക്യാപ്സൂൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പോയി അത് അവിടെ കിടന്ന് പൊട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു ന്യായമൊന്നുമല്ല. പക്ഷേ അന്വേഷണം തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിന് പരാതിയില്ല.
ആ അന്വേഷണത്തിൽ അവർ തൃപ്തരാണ്. അതുപോലെ തന്നെ മാമിയെ കാണാതായിട്ട് 1 വർഷവും 2 മാസമായിട്ടുണ്ട്. കോഴിക്കോട് ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് തിരോധാനത്തിൻ്റെ പേരിൽ പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിസ്മരിച്ചെടുത്തൊരു കാലത്താണ് PV അൻവർ ഈ വിഷയമായിട്ട് വന്നത്. PV അൻവർ ഈ വിഷയം കൊണ്ടുവന്ന് മുഖ്യമന്ത്രി അടുത്ത് പരാതി കൊടുത്തപ്പോൾ തന്നെ കേസ് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ആ കുടുംബം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തൃപ്തരാണ്, ഈ അന്വേഷണത്തിൽ തൃപ്തരാണ്. വളരെ കൃത്യമായ രീതിയിൽ ആ ഉദ്യോഗസ്ഥന്മാർ അവരെ പോയി കാണുകയും അന്വേഷണത്തിൽ ബന്ധപ്പെടുകയും അതിലൊരു സംതൃപ്തിയിലൂടെ കുടുംബം നിൽക്കുന്നു. ഇപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, സമൂഹത്തിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊന്നും തികഞ്ഞ് അതെല്ലാം മാറിയൊന്നും ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനെ ഒരു സർക്കാർ എങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് നീതിപൂർവ്വം അത് അന്വേഷിക്കുന്നത്? അതിൻ്റെ ഒരു ചരിത്രം തന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലുണ്ട്. മാതിനോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ക്രിമിനലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പെർസെൻറ്റേജ് എത്രയാണ്? 6%. ഇന്ത്യയിൽ അത് ഇപ്പോഴും 12%. ഈ 8 വർഷം കൊണ്ട് അത് 4% കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4% ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ പോലീസിൽ ഇപ്പോൾ കേരളത്തിലുള്ളൂ. പോലീസിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾ എത്രയെല്ലാം രീതിയിൽ 10-15 ദിവസം അടുപ്പിച്ചായിട്ട് നിങ്ങൾ ഈ വിചാരണ നടത്തിയാലും കേരള പോലീസിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖമുള്ള ഒരു പോലീസ്, സൗഹാർദ്ദപരമായിട്ട് അവിടെ ഒരു പോലീസിനെ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഈ സർക്കാർ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ താമര ജഫ്രിയുടെ കാര്യത്തിലായാലും മാമിയുടെ കാര്യത്തിലായാലും ഉണ്ടായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകളുണ്ടെങ്കിൽ അത് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ജഫ്രിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണവിധേയരായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സർവീസിന് പുറത്തായിരിക്കുന്നത്. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ UDF ഭരിച്ചപ്പോൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പേര് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പരസ്യമായിട്ട് കോട്ടയത്ത് പറഞ്ഞില്ലേ 122 പോലീസുകാർ 2 DYS ഉൾപ്പെടെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 202 പേർ പിരിച്ചുവിടലിൻ്റെ വക്കലാണ്. അപ്പോൾ ഒരു സംശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ ഒരു സർക്കാർ യാത്ര ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വരുന്ന വീഴ്ചകളെ നിങ്ങളിങ്ങനെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് ആഭ്യന്തരമന്ത്രിയെയും LDF സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കുന്നതിന് പിന്നെ ഒരു അജണ്ടയുണ്ട്. ഞങ്ങളത് മാത്രമേ പറയത്തുള്ളൂ. അല്ലാണ്ട് MR അജിത് കുമാറിനെ ന്യായീകരിക്കാനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാനോ PV അൻവറിനോട് പറഞ്ഞു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത്തരത്തിലൊരു കമന്റ് ഉള്ളതായിട്ട് ഇതുവരെ നമുക്കറിയില്ല. ഇനി ഈ MDMA-യുടെ 2 ടാബ്ലറ്റ്സ് അവിടെ കിടന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇടികൊണ്ടിട്ടാണെന്നേ, മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസുകാർക്കോ സുജിത് ദാസിനോ ഒരു പ്രശ്നവുമില്ല. MDMA കടത്തിയാൽ അതിന് നിയമത്തിൽ ശിക്ഷയില്ലേ? അതിന് നിയമത്തിന് കൈകാര്യം ചെയ്യാൻ വഴിയില്ലേ? ഇടിച്ചിഞ്ചപരവുമാക്കാനും വഴിവേറെ ചവിട്ടി പൊട്ടിക്കാനും പറഞ്ഞിട്ടുണ്ടോ പോലീസുകാരോട് ആരെങ്കിലും? ബാധു 0.1% പോലും അതിനെ ജസ്റ്റിഫൈ ചെയ്തല്ല ഞാൻ പറഞ്ഞത്. ആ മനുഷ്യന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സിനോട് നമ്മൾ കേട്ട ഒരു ഞാൻ പുറത്തു പറയുന്നത്. അങ്ങനെയാണ് കേരളം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. അല്ലാണ്ട് 1.1% പോലും ഈ MDMA ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞില്ല. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മറുപടി പറഞ്ഞപ്പോഴേ. അതുകൊണ്ട് അതിനെയൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ PV അൻവർ MLA സധൈര്യം കേരളത്തിനോട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൺവീനറും എന്തിനധികം കേരളത്തിലെ മുഖ്യമന്ത്രി പോലും അതിനെ ഗൗരവത്തിലെടുത്തു. അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചു. പുറത്തു വരുമ്പോൾ ഇപ്പം നിങ്ങളൊക്കെ മാധ്യമങ്ങൾ എത്രയോ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത്തരം വാർത്തകളുടെ പേരിലൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾ പ്രതികരിക്കാറില്ലേ? സർക്കാർ പ്രതികരിക്കും. അതാ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നാണ് ഗുണം. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ലോക്കപ്പ് മർദ്ദനത്തിന്, ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയായിട്ടാണ് താമര ജിഫ്രി കൊല ചെയ്യപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ MDMA-യുടെ 2 ക്യാപ്സ്യൂളുകൾ കണ്ടെത്തുന്നുണ്ട്. പോലീസുകാർ വിഴുങ്ങിപ്പിച്ചല്ലെന്ന് എന്താണ് ഉറപ്പ്? ലോക്കപ്പിലിട്ട് ഇടിക്കാൻ കഴിയുന്നവർക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് പെരുമാറുന്ന പോലീസുകാർ, നിയമത്തെ ബഹുമാനിക്കുന്ന പോലീസുകാർ ആണ് എങ്കിൽ നമുക്ക് ഓക്കെ, ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ എന്താന്നേ ഉറപ്പ്? ഇടിക്കാനും കൊല്ലാനും വാരിയല്ലൊടിക്കാനും കഴിയുന്ന പോലീസുകാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ലേ? ഡാൻസ് ഓഫിന് ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി വാങ്ങാനും ലഹരി കേസിൽ കൊടുക്കാനും ഒക്കെ കഴിയുന്ന, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉളുപ്പില്ലാത്ത ആളുകളാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഇവർ ചെയ്തല്ല എന്ന് എന്തായിരിക്കും നമുക്ക് ഉറപ്പ്? അല്ല മാധു, അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ ഗൗരവമായിട്ട് തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അന്വേഷണം നടക്കുന്നു. നേരിട്ട് DGPക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി ഗ്യാരണ്ടിയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആവശ്യപ്പെട്ട കാര്യത്തിലാണ് MR അജിത് കുമാർ കണ്ടു ബോധിച്ച് ഒപ്പുവെച്ചതിന് ശേഷം മാത്രം ആ റിപ്പോർട്ട് DGPക്ക് വരുന്നത്. അപ്പൊ എവിടെ തടയണം, എവിടെ തിരുത്തണം എന്ന സ്ക്രൂട്ടിനി MR അജിത് കുമാറിന്റെ മേശപ്പുറത്ത് നടക്കും.
അതെ, അത് തന്നെയാണല്ലോ. അജിത് കുമാറിന്റെ വാനസപുത്രനാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. എന്റെ അവസരല്ലേ? അതെ അതെ, അല്ല, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? സർവശക്തനാണ് ADGP അജിത് കുമാർ. അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുകളിലാണ്, അദ്ദേഹം DGPയുടെ മുകളിലാണ്. എവിടെ തിരുത്തണം, ആരെ ഉപയോഗിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിവുണ്ട്. നോക്കൂ, മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റി. അൻവറും ബന്ധപ്പെട്ടവരും കുറ്റപ്പെടുത്താനും പ്രവർത്തിക്കാനും അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് ഈ പത്തനംതിട്ട SP-ക്കൊപ്പം വിവാദ പുരുഷനായ ADGPക്കെതിരെയാണ്. ADGP സ്ഥാനത്തിന് ഒരിളക്കവും പറ്റാതെ അതേ സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി എൻ്റെ സുഹൃത്ത് റിജി ലൂക്കോസ്, ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു, അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. ആ കുടുംബം അന്വേഷണത്തിൽ തൃപ്തരല്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് കലഹിച്ച് കോടതിയിൽ പോയിട്ടാണ് അവർ കേസ് CBIക്ക് വിടാനിടയാക്കിയത്. ആ കേസിനെ കുറിച്ച് അവരും ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്ന്, ഈ പ്രതിക്കെതിരെ, ജാമിർ ജിഫ്രിക്കെതിരായിട്ട് തയ്യാറാക്കിയ FIR വ്യാജമാണ്. രണ്ട്, പ്രതികളായ പോലീസുകാർക്ക് ഒളിവിൽ കഴിയാനുള്ള എല്ലാ സൗകര്യവും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസ് സേന നൽകി. മൂന്ന്, കോടതി ഉത്തരവിട്ടിട്ടും CBI അന്വേഷണം പരമാവധി വൈകിപ്പിച്ചു. എത്ര സമർത്ഥമായി കേസ് അട്ടിമറിക്കാമെന്ന് അറിയുന്ന, പ്രൊഫഷണലി അത് ചെയ്യാൻ കഴിവുള്ള ആളാണ് SP-യും ADGP-യും. നോക്കൂ, അന്ന് SP പറഞ്ഞത് എന്താണ്? സുജിത് ദാസ് പറഞ്ഞത് എന്താണ്? താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തായിരുന്നു. ഇന്ന് താമിർ ജിഫ്രിയുടെ കുടുംബം പറയുന്നു അദ്ദേഹത്തിന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. ഈ പറഞ്ഞ മൊഴി ശരിയാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ അതല്ല അന്ന് അദ്ദേഹം നാട്ടിലായിരുന്നു എന്ന് പരിശോധിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. കാരണം അദ്ദേഹം അൻവറിനോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് എന്താണ്? താൻ ജയിലിൽ പോകുമെന്ന ഭയമുണ്ട്, തിരുവനന്തപുരത്തായിരുന്നതിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് സുജിത് ദാസ് ജയിലിൽ പോകുമെന്ന് ഭയക്കുന്നത്? വീണ്ടും പറയുന്നു, കൊല്ലണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അൻവറിനോട് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ പകൽ പോലെ വ്യക്തമല്ലേ അദ്ദേഹത്തിന് ഇതിനകത്ത് ബന്ധമുണ്ട്. രണ്ടാമത്, ADGP പറയുന്നു, ഞാൻ അൻവറിന്റെ ക്രെഡിബിലിറ്റിയെയോ ADGPയുടെ സ്ഥാനത്തിന്റെ ക്രെഡിബിലിറ്റിയോ വെച്ചിട്ട് ഞാൻ രണ്ടുപേരെയും ഞാനിപ്പോൾ അംഗീകരിക്കുന്നോ തള്ളിപ്പറയുന്നോ ഇല്ല. ഒരു MLAയുടെ വാക്കുകളെ MLAയുടെ വാക്കുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ADGPയുടെ വാക്കുകൾ അദ്ദേഹം കുറ്റവാളിയാണ് തെളിയാത്തിടത്തോളം കാലം തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം പറയുന്നു അൻവറിന് പിന്നിൽ മാഫിയയുണ്ട്. മാധു, ഒരു കാര്യം ഞാൻ ഉന്നയിച്ചത് വളരെ കൃത്യമല്ലേ? കേരളത്തിലെ പോലീസിനകത്ത് ഏതൊക്കെ രേഖകളാണ് കൈമോശം വന്നു പോയിട്ടുള്ളത്? അതൊരു MLAക്ക് മാത്രം സംഘടിപ്പിക്കാൻ സാധിക്കുമോ? അത് പോലീസ് സേനയിലെ ഉന്നതർക്കും പങ്കില്ലേ? ഇവരെയും കൂടി അന്വേഷണത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? ഈ രഹസ്യ രേഖകൾ നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കണ്ടേ? നാളെ അത് വെച്ച് വിലപേശാൻ ഒരു വ്യക്തികൾക്ക് സാധിക്കുന്നത് ഒഴിവാക്കണ്ടേ? ഗൗരവതരമായ വിഷയങ്ങളല്ലേ ഇവിടെ ഉള്ളത്. നാം ചില പെർസെൻറ്റേജ് കണക്കുകളൊക്കെ പറഞ്ഞു എൻ്റെ സുഹൃത്ത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സമൂഹത്തിന്റെ 3% കൂടുതൽ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നത് അപായകരമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു 3%, 2%, 3% ഒക്കെ എവിടെയും ക്രിമിനൽ ഉണ്ടാവാം. പക്ഷേ അത് 4, 8, 10 ആകുമ്പോൾ, 12 ഒക്കെ ആകുമ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവസാനം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സമ്മർദ്ദം വരുത്തി പിടിച്ചുവിടുമ്പോൾ ഇപ്പോഴും കുറ്റാരോപിതനായ ADGPയെ നടപടിയൊന്നും എടുക്കണ്ട, ശമ്പളം മുടക്കണ്ട. അദ്ദേഹം തെറ്റുകാരനല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ തൽക്കാലം ശമ്പളത്തിന് കുറവ് വരാതെ, അദ്ദേഹത്തിന്റെ പദവിക്ക് കോട്ടം പറ്റാതെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തുന്നതിൽ എന്താണ് കേരളത്തെ തടസ്സം? സ്വന്തം ഘടകകക്ഷിയെപ്പോലും വിശ്വാസമെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ നമ്മൾ കേൾക്കുന്ന മാതിരി അത്ര നിഷ്കളങ്കമല്ല സേനയ്ക്കകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ എന്നല്ലേ കാണിക്കുന്നത്? അപകടകരമായ ഒരു സ്ഥിതിവിശേഷമല്ലേ അൻവർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഫോൺ ചോർത്തി അദ്ദേഹം വിലസുന്നു, തെറ്റുകാരനായ ADGP ഇരിക്കുന്നു. ഇത് രണ്ടും നോക്കുകുത്തിയായിട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്നു, DGP ഇരിക്കുന്നു. ഘടകകക്ഷികളെല്ലാം പറഞ്ഞത് അജിത് കുമാർ അഭിപ്രായം തന്നെയാണ്. പക്ഷേ LDF യോഗത്തിൽ അജിത് കുമാറിനെ തൽക്കാലം മാറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനം ഐകകണ്ഠമായി എടുത്തു എന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത്. അല്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ADGP DGPയെ ചെന്ന് കണ്ടു. തൊട്ടുപുറകെ അൻവർ, ഈ വിവാദമായ അൻവറിന് DGP ഒരു അഭിമുഖം കൊടുക്കുന്നു, അദ്ദേഹത്തിന് കൂടിക്കാഴ്ച അനുവദിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത്?
നേരത്തെ DGP വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസടങ്ങുന്ന ഫയലുകൾ, ഈ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിക്കോ അഥവാ ആഭ്യന്തരമന്ത്രിക്കോ DGPക്കോ കൊടുക്കുന്നതിന് പകരം അവിടെയൊക്കെ കൊടുത്താൽ ഇത് മുക്കപ്പെടും, ഇത് ഒളിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തി പോകുന്ന അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത അദ്ദേഹവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആരുടെ ഇംഗിതത്തിനൊത്താണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്? മുഖ്യമന്ത്രിക്ക് അതിൽ പിടിപാടുണ്ടോ? ആഭ്യന്തരമന്ത്രി എന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് പിടിപാടുണ്ടോ? DGPക്ക് അവിടെ നിയന്ത്രണമുണ്ടോ? MLAക്കാണോ കൂടുതൽ നിയന്ത്രണം? നിയന്ത്രണവുമില്ല, DGPയുടെ വാക്കിനൊരു വിലയുമില്ല, നിർദ്ദേശത്തിന് തരിമണിയുടെ ബഹുമാനമില്ല എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇനി ആ സ്ഥാനത്ത് എങ്ങനെയാണ് അഭിമാനത്തോടു കൂടി തുടരുന്നത് എന്നടക്കം ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നാട് മുഴുവൻ അറിഞ്ഞു കഴിക്കുന്നു. എന്നിട്ട് ഇനി പോലീസ് മേധാവി എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയാണ് ഈ ഫോഴ്സിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും നാട്ടിൽ ഒരു വിലയുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യവും. ഇടവേള. ശ്രീ ഷിബു മീരാൻ, ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഒന്നും മിണ്ടേണ്ടതില്ല എന്ന നിലപാട് എങ്ങനെയാണ് ജനാധിപത്യത്തിൽ സർക്കാരിനും സംവിധാനത്തിനും സ്വീകരിക്കാൻ കഴിയുന്നത്? വലിയ അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെ ജനങ്ങളോട് ഒന്നും വിശദീകരിക്കേണ്ടതില്ല എന്ന ആത്മവിശ്വാസം എവിടെ നിന്നാണ് കൈവരുന്നത്? ഈ കഴിഞ്ഞ ദിവസം മാധു, ഞാൻ തോമസ് ഐസക്കിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഈ ഗണേശ ചതുർത്ഥി ആഘോഷത്തിന് ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി വന്നതുമായി ബന്ധം അതിലൊരു വരി, മോന്താഴം വളഞ്ഞാൽ കഴുക്കോൽ 64 വളയും എന്നാണ്. തോമസ് ഐസക്കിൻ്റെ ആ വാക്കുകളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എടുക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ എന്ന നിലക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുന്നണിയോട് മറുപടി പറയേണ്ട. അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ, ഈ നാടിൻ്റെ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള രാഷ്ട്രീയ ചുമതല, അതിൻ്റെ മാൻഡേറ്റ് കൊടുത്തിട്ടുള്ള കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക്, സർവോപരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് നമ്മളാകെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയനിൽ നിന്ന് കേട്ടത് ഒരു പഴയ ചരിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർത്തമാനകാലത്തെ സ്പെസിഫിക് ആയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഒരു ഭൂതകാലത്തെ വീരസ്യങ്ങൾ കൊണ്ട് മറുപടി പറയുക എന്നത് മാത്രമാണ്. എണ്ണി ഉന്നയിക്കപ്പെടുന്ന ഈ ചോദ്യങ്ങൾ, ഇതിനോട് മറുപടി പറയേണ്ടുന്ന രാഷ്ട്രീയമായ ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഉത്തരമില്ല എന്നാണെങ്കിൽ മാറിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവണം എന്നാണ്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ, ഇടതുപക്ഷം എന്ന് പറയുന്ന ആ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച, RSS നേതാക്കന്മാരെ കണ്ടതിനെ കുറിച്ചൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സന്ദർശനം നടത്തുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത്? VSPയുടെ ഒരു യോഗത്തിൽ ഇവിടുത്തെ റിട്ടയേർഡ് ജഡ്ജിമാർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ധാർമ്മിക രോഷം കൊള്ളാണ്. നാളെ പിന്നെ ഉത്തർപ്രദേശിലെ DGPയെ വിളിച്ചിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡയറക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് പ്രശ്നമാവില്ലേ? സംഘപരിവാറിനെ കുറിച്ച്, RSSനെ കുറിച്ച് ഇടതുപക്ഷവും ഞങ്ങളും ഒക്കെ പൊതുവായി ഉന്നയിച്ചിട്ടുള്ള വിമർശനമുണ്ട്. എന്താണ്? ഇവർ ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും തകർക്കുന്നവരാണ്, അതിലേക്കാകെ കടന്നു കയറുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ നാവ് വായിലേക്ക് ഇടുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മഹാമൗനം പാലിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ മൗനം വല്ലാതെ മുഴങ്ങുന്നുണ്ട്. അത് വല്ലാതെ വാചാലമാണ്. ആ മൗനത്തിൻ്റെ പിന്നിൽ മുഴങ്ങുന്നത് ഒരു അത്തുതീർപ്പ് സന്ധിയുടെ, ഒരു കോംപ്രമൈസിൻ്റെ അറയ്ക്കുന്ന കഥകളാണ് എന്ന് പറയേണ്ടി വരുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നിട്ട് പറയട്ടെ ഈ ചോദ്യത്തിൻ്റെ, ഈ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ മെറിറ്റും ഡിമെറിറ്റും. അതിന് അദ്ദേഹം തയ്യാറാകാത്തിടത്തോളം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ല, CPM എന്ന പാർട്ടിയുടെ സെക്കുലർ ക്രെഡിബിലിറ്റിയുടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ പ്രശ്നമാണ് എന്ന് CPM-നും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ ആവർത്തിച്ച് എത്ര ചോദ്യങ്ങൾ മുഴങ്ങിയാലും അതിനോട് ചെവി അടച്ചിരിക്കാനുള്ള ഒരു സവിശേഷ സിദ്ധി ഇതിനകം കൈവന്നു കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? ദാ നോക്കൂ, മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടത് വിരുദ്ധത, പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ താല്പര്യം, നിങ്ങളുടെ ഭരണകക്ഷി MLA പറഞ്ഞാൽ നിങ്ങൾ ഏത് കൂട്ടിൽ കൊണ്ടുപോയി കെട്ടും അതിനെ? അല്ല മാധു, ഇവിടെ മാധ്യമ വിചാരണ ഏറ്റവും കൂടുതൽ നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുള്ളവരും ഈ പാനലിലുള്ള മറ്റുള്ളവർക്കും ബോധ്യമാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചുള്ള, കേരളത്തിൽ മാധ്യമങ്ങളുടെ പരിലാളങ്ങളിലുള്ള വാത്സല്യങ്ങളോ കിട്ടാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സാധനം കിട്ടിയിട്ടുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM. അതുകൊണ്ട് CPM-നെ വിചാരണ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഇവിടെ പൊതുസമൂഹം എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഏതാണ്ട് 3.25 കോടി വരുന്ന കേരളത്തിലെ ജനങ്ങൾ
അത് പലതവണ CPM-ന്റെ സത്യസന്ധതയെയും രാഷ്ട്രീയ ആർജവത്തിനെയും കേരളത്തിലെ ജയിലിലെ മതേതരത്വം പിന്നെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ പാർട്ടി നടത്തിയിരിക്കുന്ന സേവനങ്ങളും ക്രമസമാധാന രംഗത്ത് ഈ രാജ്യത്തെ ഒന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ വസ്തുതകളും കേരളത്തിലെ പൊതുസമൂഹത്തിൽ അറിയാം. അവിടെ നിങ്ങൾ വിചാരണ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മാധ്യമങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു മാനസിക പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? തെറ്റുകളെന്ന് സംഭവിച്ചത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ആർജവം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ PV അൻവറിന് ഉദാഹരണം എടുക്കൂ. ബഹുമാനപ്പെട്ട PV അൻവർ കുറേ വിഷയങ്ങൾ പരസ്യമായിട്ട് മാധ്യമത്തിൽ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പറല്ല, അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിടുന്ന ഒരു അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയുള്ള സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മുഴുവനും ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയായിരുന്നല്ലോ. അത് കോൺഗ്രസോടെ കൈയൊഴിയത്തില്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ 3-4 കാര്യങ്ങൾ നമ്മൾ ഉദാഹരണം പറയാം. സ്വന്തം പാർട്ടിയിലെ MLA-മാരെ തള്ളി പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ പാർട്ടി എന്താ ആദ്യത്തെ നടപടി എന്താണ്? അടിസ്ഥാനരഹിതമാണ് എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ അതിനപ്പുറത്തേത് വരും എന്ന് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ മാധുവിന്റെ വ്യാഖ്യാനങ്ങളല്ലേ? അൻവറിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നടന്ന പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മാധു ഞാനും ഒരു ചർച്ചയിൽ പങ്കെടുത്ത് തന്നെ സംസാരിച്ചത് അതിനെക്കുറിച്ച്. എന്താ അദ്ദേഹം പറഞ്ഞേ? സമൂഹത്തിൽ ചില ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് തെറ്റായ വാർത്തകൾ വരുന്നുണ്ട്, അവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കും, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കും, ശക്തമായ ഇതിലുള്ള നടപടി സ്വീകരിക്കുന്നു പറഞ്ഞില്ലേ? ഞങ്ങളത് അൻവറെ തള്ളി പറഞ്ഞ മുഖ്യമന്ത്രി. കേരളത്തിലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്, അതിനകത്ത് ശരിയായ വശങ്ങളുണ്ട്, അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പരാതി 2 പേർക്കും കൊടുത്തു. ആ പരാതി സ്വീകരിച്ചുകൊണ്ട് അവരാ നിലപാടെടുത്തു. LDF-ന്റെ കൺവീനർ പറഞ്ഞു. അപ്പോൾ അൻവറിനെ തള്ളിക്കളഞ്ഞോ? ഞങ്ങൾ ഇല്ലല്ലോ. ആ ആർജവം ഞങ്ങൾ കാണിച്ചില്ലേ? വേണമെങ്കിൽ ഇത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അവരോട് പറയാൻ പറ്റത്തുള്ളൂ. ആ അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പറില്ലാതെ തള്ളിക്കളയാൻ മേലായിരുന്നോ? ഈ പാർട്ടി അത് ചെയ്തില്ല. എന്താ കാരണം എന്ന് അറിയാമോ അത്? അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം കേരളത്തിൽ നടക്കുന്ന ഒരു ആർജവത്വമാണ്. അൻവർ ഇത് ആളുകളോട് മുഴുവനും വിളിച്ചു പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ PV അൻവർ എന്ന് പറയുന്നത് ആരാണ് എന്ന്, PV അൻവറിനെ CPM ഇത്രകാലം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന്, CPM-ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആയുധം എന്ന നിലയ്ക്ക് ഉപയോഗിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ബോധ്യം CPM-ന് തന്നെയാണെന്നേ. അൻവർ ഇത്രയും നിശ്ചയദാർഢ്യത്തോടെ ഇതിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തള്ളിപ്പറഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ നിന്നാണ്. അവിടെയും ഇവിടെയും തൊടാതെ ആർക്കും വേദനിക്കാതെ, അൻവറിനും കുഴപ്പമില്ല, അജിത് കുമാറിനും കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല എന്ന് ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.